ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പീസ് ഒന്നല്ല കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. യുഎഇയിലെ ദുബായ് ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയൊരു വീഡിയോൻ്റെ കുറച്ച് പോർഷൻസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബ്രദറിൻ്റെ കൂടെയാണ് കേട്ടോ, ഇപ്പോൾ അളിയൻ്റെയും കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മൾ പണ്ട് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ കാട്ടും, ഈ ഫെസ്റ്റിവലിൻ്റെ ടൈമായിട്ട് ഡിസംബർ ജാനുവരി ടൈമിൽ ഇങ്ങനെ ഓരോ പവലിയനായിട്ട് അവിടെ ഇങ്ങനെ ഓരോ ആങ്കേഴ്സ് പോയിട്ട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലായിരുന്നു തോന്നുന്നു പണ്ട് ഇതൊക്കെ നടന്നിരുന്നത്. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ കൺട്രീസിനും പവലിയൻ അങ്ങനെയാണ് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ആ ഒരു ആഗ്രഹം കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങോട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 4 ആൾക്കാരാണ് ഉള്ളത്. പിന്നെ ഈ വീഡിയോയിൽ എൻ്റെ മോള് ഭയങ്കര അലമ്പായിരുന്നു. ചില ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ചില പവലിയനിലൊക്കെ കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചില സമയത്തൊക്കെ അവളെ കരച്ചിൽ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ നടക്കാനുള്ള ഒരു മടി കൊണ്ടും പിന്നെ ഇതിൽ കയറാനുള്ള കൗതുകം കൊണ്ടും ഈ റിക്ഷയിലാണ് കേട്ടോ കയറിയതിന് 5 or 10 ദിർഹംസാണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. എൻ്റെ മോൾക്ക് നാട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോറിക്ഷ. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ കയറുന്ന വരെ അവൾ ഭയങ്കര കരച്ചിലെന്തെങ്കിലും കയറിയപ്പോൾ പിന്നെ കരച്ചിൽ മാറി. പിന്നെ അത് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 30 ദിർഹംസാണെന്ന് തോന്നുന്നു ടിക്കറ്റിന്. അപ്പോൾ അതെടുത്ത് നമ്മൾ ഫസ്റ്റ് മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെ കയറാമെന്ന് കരുതി നമ്മൾ ഷൂട്ട് ചെയ്യണ കാരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു ഉണ്ണിക്ക. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയി. മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് തന്നെ ഇന്ത്യൻ പവലിയനാണ്. അപ്പോൾ ഇന്ത്യൻ പവലിയൻ നമുക്ക് പകൽ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ലെങ്കിലും രാത്രി സൂപ്പറാണ് കേട്ടോ. ആ ലൈറ്റിങ് അവർ ചെയ്തിട്ടുള്ളതും ഒരു സൈഡ് വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെയാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ബാഗേജ് സ്ക്രീനിങ്ങിന് കൊടുക്കണം. നമ്മൾ കയ്യിൽ എന്തെങ്കിലും ബാഗ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ടിക്കറ്റ് കാട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ചില പോർഷനിലൊന്നും ഞാൻ വോയിസ് കൊടുക്കണില്ല, ചില പോർഷനിലൊക്കെ വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാട്ടി കൊടുത്ത് കയറി. നമ്മളെ ബാഗ് അതിൽ ഇട്ട് കൊടുത്തു. പിന്നെ എൻട്രൻസ് കയറി കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് ടോയ്ലറ്റൊക്കെയാണ്. മെയിൽ ഫീമെയിൽ അങ്ങനെ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കാറ് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരുന്നത് ഇന്ത്യൻ പവലിയനാണ്. അവിടെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട് കുഞ്ഞേത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ സെയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പവലിയനൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് എല്ലാതും ഒന്ന് ഓടി കണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ അവിടെ കയറിയത്. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു 4:35 ഒക്കെ ആയിട്ടുണ്ടാവും അത് ഇങ്ങനെ കയറുന്ന ടൈമിൽ. പിന്നെ ഇതിന് ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ഐറ്റംസ് കുഞ്ഞു സംഭവങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും പിന്നെ കുറച്ച് എക്സ്പെൻസീവും പിന്നെ വളരെ റേറ്റ് കുറഞ്ഞതൊക്കെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് കാണാമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. ഇപ്പം ഇന്ത്യൻ പോലെൻ്റെ മെയിൻ ലുക്ക് രാത്രിയാണ് കേട്ടോ. ആ ലൈറ്റ് നമുക്ക് നല്ല ഭംഗി തോന്നുന്ന രാത്രിയാണ്. പിന്നെ ആ ഒരു ക്ലൗഡ്സും കൂടിയിട്ട് ഇന്ത്യൻ പോലെ എന്നല്ല എല്ലാ പോലെയും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ ഓരോ പോലെയിലായിട്ട് ഇങ്ങനെ മാറി ഇറാൻ പിന്നെ തുർക്കി അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ മാറി കയറി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണാം. അപ്പോൾ ആരും തന്നെ ഞങ്ങൾ ടീ കുടിച്ചോടണം. ആരും കാപ്പി കുടിച്ച് പിന്നെ ടീയും പിന്നെ സ്നാക്സായിട്ട് സമൂസ വാങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ത്യൻ പവലിയനൊന്നും വാങ്ങിയില്ല. നെക്സ്റ്റ് നമ്മൾ ഇറാനാ തോന്നുന്നു, ഇറാനിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴും ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവർ നമ്മളങ്ങനെ വിളിച്ചിട്ട് നമുക്ക് ഓരോ ഈത്തപ്പഴമായിട്ടും അങ്ങനെ പല ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാനായിട്ട് ആണ് അവർ സാമ്പിളായിട്ട് ഒന്നിങ്ങനെ കഴിക്കാനായിട്ട് തരും. അപ്പം നമുക്ക് ഇഷ്ടമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാം. പിന്നെ ചില പോലെയിലൊക്കെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഡാൻസും പാട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ തോന്നുന്നു എന്തോ ഡാൻസോ പാട്ടോ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഹണി വാങ്ങി. മോൾക്ക് തേൻ കൊടുക്കാറുണ്ട് ചില ടൈംസ്. അപ്പോൾ ഇത് ഭയങ്കര നല്ല ഹണിയാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഹണിയിൽ ഫ്രൂട്ട് മിക്സ് ആയിട്ടുള്ള
ഹണി ഞങ്ങൾ വാങ്ങി. അപ്പോൾ നമുക്ക് പല സൈസിൽ കിട്ടും. എന്നാൽ ഹാഫ് kg 1 kg അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി, അപ്പോൾ അത് തരും. പിന്നെ അയാൾ നല്ല മലയാളം സംസാരിക്കുന്നുണ്ട്, അതാണ് ഹൈലൈറ്റ്. അദ്ദേഹം തന്ന ആൾ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു, അല്ലാതെ ജസ്റ്റ് അങ്ങനെ റൗണ്ട് ചെയ്ത് കണ്ട്. ഇവിടെ എത്തിയപ്പോഴും നീറാക്ക് ഭയങ്കരമായിട്ട് വാശിയുണ്ടായിരുന്നു. അവൾ ചില സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പറയും തിരിച്ചു പോവാന്ന്, ഇനി മുമ്പോട്ട് പോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ഒരു എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പാട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കുറച്ച് ടൈം അവിടെ നിന്ന് കേട്ട് പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഏതാ പവലിയെന്ന് ഓർമ്മല്ല കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ ഫുള്ള് കുഞ്ഞു എന്താ പറയുക പാത്രങ്ങളും കുറേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. വളരെ സ്മോൾ ടൈപ്പ് സാധനങ്ങൾ. നമ്മൾ വില ഒന്നും ചോദിച്ചില്ല, പിന്നെ ഇങ്ങനത്തെ വാങ്ങാനും വിചാരിച്ചിട്ടില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പാത്രങ്ങളൊക്കെ എന്താ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും മഗ് ഗ്ലാസ് എല്ലാ ടൈപ്പ് കുഞ്ഞു സാധനങ്ങളും. ഡ്രസ്സൊക്കെ അവരുടെ ഒരു കൾച്ചറിലുള്ള ടൈപ്പ് ഈജിപ്ഷ്യൻ പവലിയനാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, പിന്നെ ഓരോ കൺട്രിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിയാൽ മതിയാവും. നെക്സ്റ്റ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് സൈഡ് ഭാഗങ്ങളിലായിട്ട്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നതിൻ്റെ സൈഡിൽ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഒരു കുഞ്ഞു ഫുഡാണ് മെയിനായിട്ടുള്ള ഐറ്റം. അവിടെ ഫുഡ് തന്നെ ഫുള്ള് പല ടൈപ്പ് ഫുഡുകളൊക്കെ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കയറി. അപ്പോൾ അവിടെ നമ്മൾ കുറേ ടൈപ്പ് സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഭംഗി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല മാങ്ങൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ, അത് ഡമ്മിയാണ് കേട്ടോ, ശരിക്കുള്ള മാങ്ങ അല്ല ആ തൂക്കി കിടക്കുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക് എന്തോ ആണ്. ആ കിടക്കുന്നതാണ് നീരാളി. അപ്പോൾ നീരാളിനെ തിന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീരാളിനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. ഉണ്ടാവും നീരാളിനെ അവരെന്തോ ഫ്രൈ ചെയ്യാണോ പുഴുങ്ങാണോ എന്താണെന്നറിയില്ല. അതിൽ അവർക്കൊക്കെ ഒരു പ്രത്യേക സോസ് കിട്ടും. നമ്മൾ എന്ത് വാങ്ങുമ്പോഴും ഒരു സോസ് ഉണ്ട്, അതിൽ ലിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക. പിന്നെ പല ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കൂടുതലായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം അവിടെ നിന്നിട്ട് ഡാൻസൊക്കെ കണ്ടു. പിന്നെ ഓരോ ക്രൂസിൻ്റെ ഡാൻസ് അത് വേറൊരു സ്റ്റേജിലാണ്. ഇത് ജസ്റ്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ടീമോ തോന്നുന്നു അങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. പിന്നെന്തോ ഡാൻസ് മാത്രമല്ല വേറെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. കോൺവെർസേഷൻ പോലെ ഫുട്ബോള് വോളിബോൾ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുള്ളൊരു ഡാൻസൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ടൈമൊക്കെ അത് കണ്ടു. നെക്സ്റ്റ് നമ്മളവിടെ അങ്ങനെ കുറച്ച് ടൈം ലൈറ്റ് വാട്ടർ ഡാൻസിൻ്റെ എന്തോ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു.
ഈ നെയ്യറെ സമ്മതിച്ചില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനൊന്നും. എനിക്ക് ഭയങ്കര നനയാന്നുള്ളത് പേടിയൊക്കെ കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സ് നനയണ്ടാന്ന് കരുതിയിട്ട് ഞാൻ കയറിയില്ല. അപ്പോൾ അവൾ വന്നില്ല. അവൾ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അവിടെ ഇരുന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പല കുട്ടികളും ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അതിൽ. നെക്സ്റ്റ് നമ്മൾ കൊറിയൻ പവലിയൻ കയറിയപ്പോൾ അവിടെ ഫുള്ള് മറ്റേ BTSൻ്റെ ഒക്കെ ടീമിൻ്റെ ഫുൾ കീ ചെയിനും മാല അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരൊന്നും അറിയില്ല. BTS എന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കാണാമല്ലോ കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഫോട്ടോസ് വീഡിയോ എടുത്ത്. പിന്നെ അവരുടെ പ്രോഡക്റ്റ്സൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പ് സാധനങ്ങളാണ് ഈ കൊറിയൻ പവലിയനിൽ ഫുള്ളുള്ളത്. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ്സാണ് മെയിനായിട്ട് ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നത് കൂടുതൽ. പല മാസ്കും പിന്നെ മോയ്സ്ചറൈസർ ക്രീം, വൈറ്റനിങ് ക്രീം, കൊറിയക്കാരുടെ കൊറിയൻ സ്കിന്നാവുന്ന ടൈപ്പ് ക്രീമും എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഡ്രസ്സുകൾ, അതാണ് അവിടെ മെയിനായിട്ടുള്ളത്. ശരിക്കും ബ്യൂട്ടി പ്രോഡക്ട്സാണ് മെയിൻ ഇവിടുത്തെ കൊറിയൻ മെയിൻ. ജപ്പാനിലും അത് തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സുണ്ട്. അപ്പോൾ അല്ലാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടി നടന്ന് കണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ ജപ്പാനിലെ ഇതിൽ നറൂട്ടോ അതിൻ്റെ മെയിൻ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി മിനി ഗോൾഫ് ഗ്ലോബൽ വില്ലേജിൽ നമ്മളെ മിനിയേച്ചർ ടൈപ്പ് സാധനങ്ങളില്ലേ, വേൾഡ് 7 വണ്ടേഴ്സ്, അതൊക്കെ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചാടി കണ്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങി. വേഗം എന്നല്ല, ഒരു ഈവനിങ് കയറിയാൽ നമ്മൾ രാത്രി ഒരു 10 ആകുമ്പോഴത്തേനും ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഈ ജയൻറ്റ് വീൽ നല്ല ഭംഗിയാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല രസത്തിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഷോട്ട് എടുത്തു. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചത് എന്തൊക്കെയാണെന്നുള്ള വേറെ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.